നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന സൂര്യനെക്കുറിച്ചാണ്. സൺ ഗോഡ്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിൻ്റെ നെടുംതൂണാണ്. സൂര്യനാണ് സൗരയൂഥത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന നക്ഷത്രം. സൂര്യൻ ഒരു യാഗശാലയായിട്ട് കാണാം. അവിടെ നിന്നും ഉത്ഭവിക്കുന്ന പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ഫലമായിട്ടാണ് സൗരയൂഥത്തിലുള്ള മറ്റ് എല്ലാ ഗ്രഹങ്ങളും ഭൂമി അടക്കം നിലനിൽക്കുന്നത്. ഭൂമിയിലെ സർവചരാചരങ്ങളും സൂര്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സൂര്യന് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. സൂര്യൻ ആത്മകാരകനായിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. നമ്മുടെ ആത്മാവാണ്. സൂര്യൻ ശക്തനായിട്ട് ഒരു ജാതകത്തിലുണ്ടെങ്കിൽ അത് മതി ആ ജീവൻ വിജയിച്ച് മുന്നോട്ട് പോകാൻ. സൂര്യൻ്റെ അഫ്ലിക്ഷൻസ് ഒക്കെ വന്നാലാണ് ദോഷങ്ങൾ. അവന് ധൈര്യക്കുറവും ആത്മധൈര്യമില്ലായ്മയും കാര്യങ്ങളെ നേരിടാനുള്ള കഴിവുകളൊക്കെ ഉണ്ടാകും. അതേ അവസരത്തിൽ മേടത്തിലും സൂര്യൻ്റെ സ്വക്ഷേത്രമായ മീനത്തിലുമൊക്കെ നിൽക്കുന്ന സൂര്യൻ, അല്ലെങ്കിൽ അഗ്നിരാശികളിൽ നിൽക്കുന്ന സൂര്യനൊക്കെ വളരെ ബലവാനായിട്ട് നിന്നാൽ അത് ആ ജാതകത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കും. സൂര്യൻ നമ്മുടെ കർമ്മത്തിൻ്റെ കാരകനാണ്. പത്താം ഭാവത്തിൽ നമ്മുടെ സൂര്യന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. കർമ്മത്തിൻ്റെ ആ കാരകത്വമുള്ളത് കൊണ്ടാണത്. അങ്ങനെ പല തരത്തിലുള്ള പ്രാധാന്യങ്ങൾ ഉള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ. നമ്മുടെ എല്ലാ ഇടപെടലുകളും, നമ്മുടെ എല്ലാ ബുദ്ധിയും ആരോഗ്യവും രോഗത്തിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും എല്ലാം സൂര്യനിലാണ് ഉള്ളത്. ആത്മാഭിമാനം, നമ്മുടെ സൽപ്പേര്, നമ്മുടെ നിയമത്തോടുള്ള പ്രതിബദ്ധത, ഇതൊക്കെ സൂര്യനാണ്. സൂര്യനൊരു വൈദ്യകാരകത്വമുണ്ട്. ഈ വൈദ്യകാരകത്വത്തിന് എൻ്റെതായ ഒരു നിരീക്ഷണം എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിത് ആധികാരികമായി പറയുന്നതല്ല. സൂര്യൻ്റെ തേരാളിയെക്കുറിച്ച് പറയുമ്പോൾ, കാരണം അത് അരുൺ എന്ന ഒരു ഡൈറ്റിയാണ് സൂര്യൻ്റെ തേരാളി. കശ്യപ മഹർഷിയുടെയും വിനത എന്ന സ്ത്രീയുടെയും മകനാണ് അരുൺ. പക്ഷേ അവിടെ ആ അരുണിൻ്റെ ജനനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. പൂർണ്ണത ലഭിക്കാത്ത മുട്ട ഈ വിനത പൊട്ടിക്കുന്നതാണ്. അപ്പോൾ അവിടെ അരുൺ പകുതി രൂപത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിതേജസ്വിയായ ഈ കുട്ടി വിനതയെ ശപിച്ചുകൊണ്ട്, കാരണം ഒരു വലിയൊരു ഭാവിയല്ലേ അമ്മ ആകാംക്ഷ കൊണ്ട്, ദുരാഗ്രഹം കൊണ്ട് നശിപ്പിച്ചത്. അപ്പോൾ അവിടെ അരുൺ അമ്മയെ ശപിച്ചുകൊണ്ടാണ് 500 വർഷത്തെ ദാസ്യ വേല എടുക്കാനുള്ള ഒരു ശാപം കൊടുത്തുകൊണ്ട് അരുൺ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. അവിടെ സൂര്യൻ്റെ സംരക്ഷണത്തിലാണ് അരുൺ വളരുന്നത്.
സൂര്യൻ്റെ തേരാളിയായിട്ടാണ് നാം പിന്നീട് അരുണനെ കാണുന്നത്. അവിടെ സൂര്യൻ്റെ ഒരു ശക്തി, ഈ ഇൻക്യുബേറ്റർ പോലെയുള്ള എന്തോ ഒരു ശക്തി അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ചൂടിനെ ക്രമീകരിക്കൽ. അതുപോലെയുള്ള എന്തോ ഒരു ക്രമീകരണം, കാരണം വൈദ്യത്തിൻ്റെ ഒരു ആധിപത്യമുള്ള ദേവനാണ് സൂര്യൻ. അങ്ങനെ ആയിരിക്കാം ഈ അരുൺ വളരെ പ്രതാപിയായി, സൂര്യൻ്റെ തേരാളിയായി ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ലോകത്തിലെ ആ രാവിലെയുള്ള സൂര്യൻ്റെ പ്രകാശം അരുണോദയം എന്നാണ് അതിന് പറയുക. അരുണിൻ്റെ ഒരു പ്രകാശം കൂടിയാണത്. അത്രയും പ്രകാശമുള്ള ഒരു ഡയറ്റിയായിട്ട് അരുൺ രൂപാന്തരപ്പെടുന്നു. അത് സൂര്യസാന്നിധ്യം കൊണ്ടാണ്. സ്വതവേ സൂര്യനിലുള്ള പല ഭാഗങ്ങളും, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം തന്നെ പലതരം രോഗങ്ങൾക്കും നമ്മുടെ ഡേ ടു ഡേ നമുക്ക് വേണ്ടതായിട്ടുള്ള ജീവന് വേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നൽകുന്നതാണ് സൂര്യരശ്മികൾ. 7 പ്രകാശങ്ങൾ, 7 വിബ്ജ്യോർ സ്പെക്ട്രൽ കളേഴ്സ് 7 എണ്ണമുണ്ട്. അത് 7 മനുഷ്യരാശിക്ക് അത് ദൃശ്യമാണത്. അദൃശ്യമായിട്ട് 2 കളേഴ്സ് വേറെയുണ്ട്. അതിന് രാഹുകേതുക്കൾ എന്നൊരു സങ്കല്പം കൊടുത്താൽ തെറ്റൊന്നുമില്ല. കാരണം അത് ആ UV ലൈറ്റാണ്. ഒന്ന് ഇൻഫ്രാറെഡാണ്. UV ലൈറ്റും ഇൻഫ്രാറെഡും വളരെ സൂക്ഷ്മതയോടുകൂടി നാം കൈകാര്യം ചെയ്യണം. എന്നാൽ അതിൽ ആ പ്രകാശങ്ങൾക്കും മനുഷ്യന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാനുള്ള കഴിവുകളുണ്ട്. അങ്ങനെ 9 പ്രകാശരശ്മികൾ സൂര്യൻ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. സ്പെക്ട്രൽ കളേഴ്സ് കൂടാതെ അത് മറ്റതെല്ലാം അദൃശ്യമാണ്. അദൃശ്യമായ കാര്യമാണല്ലോ നമ്മൾ, നിഴലുകളാണല്ലോ ഈ രാഹു കേതുക്കൾ. ഏതായാലും അത് നമുക്ക് പിന്നെ സംസാരിക്കാൻ വിശദമായിട്ട്. സൂര്യരശ്മിയുടെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. അതിനൊരു ഔഷധ ഗുണമുള്ളതാണ്. പലതരം ഔഷധ ഗുണമുള്ള പ്രകാശത്തെ ഭൂമിയിലേക്ക് അയക്കുന്നതും സൂര്യനാണ്. സൂര്യന് ഒരു ചെറിയ ഒരു ദോഷം നമ്മൾ പറയുന്നത്, ഒന്ന് ഓവറായിട്ടുള്ള ചൂട് കൊണ്ട് സ്വന്തം ഭാര്യ തന്നെ വിട്ടുപോയ ഒരു സാഹചര്യം സൂര്യനുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഈഗോ കുറച്ച് കൂടുതലാണ്. അതാണ് നമ്മൾ സൂര്യപുത്രനായ കർണനിൽ കാണുന്നത്. ഏറ്റവും അധികം ദാനശീലനായ കർണന് ചെറിയ ദോഷമായിരുന്നു ഈഗോ. ആ ഈഗോ കാരണമാണ് കർണൻ്റെ പരാജയത്തിനും കാരണമായത്. കാരണം ഈ സൂര്യൻ തന്നെ കർണനെ രക്ഷിക്കാൻ വേണ്ടി പല മാർഗങ്ങളും കണ്ടെത്തിയിരുന്നു. പക്ഷെ അതൊക്കെ കർണൻ സ്വീകരിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് നേരിടും, പാണ്ഡവന്മാരെ നേരിടും, യുദ്ധത്തിൽ ഞാൻ ജയിക്കും. ഇതായിരുന്നു കർണൻ്റെ പ്രതിജ്ഞ. അത് ഈഗോ കൂടുതലായതുകൊണ്ടാണ് പരാജയത്തിന് വഴി തെളിച്ചത്. ഏതായാലും ഈ സൂര്യൻ അങ്ങനെ പല പല പ്രാധാന്യങ്ങളും അർഹിക്കുന്ന ഒരു പ്ലാനറ്റാണ്, ഒരു നക്ഷത്രമാണ്. നമുക്ക് തന്നെ എടുക്കാം. നമുക്ക് ഈ പാശ്ചാത്യ ജ്യോതിശാസ്ത്രത്തെ പറ്റി പഠിച്ചാൽ ബാബിലോണിയൻ സംസ്കാരം, അവരെ മിത്തോളജി, അവിടെ സൂര്യന് നിയമത്തിൻ്റെ ഒരു ശക്തിയായിട്ടാണ് കാണുന്നത്. ലോകത്തിൽ നിയമം കൊണ്ടുവരാൻ ആണ് ആ സൂര്യൻ, ബാബിലോണിയക്കാരുടെ സൂര്യൻ ഏറ്റവും പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. അവിടെ സൂര്യൻ ആ ബാബിലോണിയൻ വിശ്വാസപ്രകാരം സൂര്യനെ വിളിക്കുന്നത് ഹമാഷ് എന്നാണ്. എല്ലാ നിയമങ്ങളും, കാരണം ഇരുട്ടിനെ അകറ്റി വെളിച്ചം കൊണ്ടുവരുന്നു, വെളിച്ചത്തിൽ സത്യത്തെ കാണിക്കുന്നു, സത്യത്തിനെ
സത്യം ഈ ലോകത്ത് പ്രായോഗികമാക്കാൻ വേണ്ട ഒരു നിയമസംഹിത തന്നെ ഈ ദൈവം ഉണ്ടാക്കിയെന്നാണ് ബാബിലോണിയക്കാർ വിശ്വസിക്കുന്നത്. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഹംബുറാബി എന്ന രാജാവ്. ഈ രാജാവ് സൂര്യൻ്റെ എല്ലാ നിയമങ്ങളും സ്വീകരിച്ച് അതൊരു നിയമ പുസ്തകമാക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യമായിട്ട് ലോകത്തിൽ വന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണത്. അത് സൂര്യൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു സംഹിതയാണത്. നിയമത്തിൻ്റെ ഒരു ദൈവമാണ് ബാബിലോണിയൻകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ. പിന്നെ മറ്റൊരു കഥ നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രീക്ക് വിശ്വാസങ്ങളിലാണ്. ഗ്രീക്ക് വിശ്വാസത്തിൽ സൂര്യനെ വിളിക്കുന്നത് ഹീലിയോസ് എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കാം. കാരണം ഹീലിയമാണ് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ശക്തി. അങ്ങനെ ആയിരിക്കാം, നമുക്കതറിയില്ല. ഹീലിയോസ് എന്നാണ് ഗ്രീക്ക് മിത്തോളജി പ്രകാരം സൂര്യനെ വിളിക്കുന്നത്. അവിടെ ശക്തി, നിയമം, സമയത്തിനോടുള്ള പ്രതിബദ്ധത, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സൂര്യനിൽ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥയുമുണ്ട്. അത് അലക്ട്രിയോൺ എന്ന ഒരു ചെറുപ്പക്കാരനെ ബന്ധപ്പെട്ടാണ് ആ കഥ. ജോലി സമയത്ത്, ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന സമയത്ത് അലക്ട്രിയോൺ എന്ന് പറയുന്ന ഈ യുവാവ് ഉറങ്ങിപ്പോകുന്നു. ഈ ഉറക്കത്തെ സൂര്യൻ കണ്ടുപിടിച്ച് രാജാവിനെ കൊണ്ട് ശിക്ഷ കൊടുപ്പിക്കുന്നതാണ് കഥ. അങ്ങനെ ശിക്ഷ കൊടുപ്പിക്കുന്നത് സമയത്തോടുള്ള പ്രാധാന്യം മനസ്സിലാക്കുക, അങ്ങനെയുള്ള ഒരു ആയിട്ടാണ് ഈ യുവാവിനെ മാറ്റുന്നത്. അതൊരു പൂവൻ കോഴിയാണ്. പൂവൻ കോഴി ആയിട്ട് ജീവിക്കാനാണ് ശിക്ഷ. ഈ കോഴിക്ക് സമയം വളരെ പ്രാധാന്യമാണ്. സൂര്യൻ്റെ വരവിനെ എപ്പോഴും കറക്റ്റായിട്ട് ജനങ്ങളിലെത്തിക്കും. ഈ ക്ലോക്കും ഒന്നുമില്ലാത്ത കാലത്ത് അന്നത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരുന്നത് പൂവൻ കോഴിയെയാണ്. അതുമാത്രമല്ല, പൂവൻ കോഴി വളരെ ഏറ്റവും ധൈര്യവും ശൗര്യവുമുള്ള ഒരു ജീവിയാണ്. യുദ്ധ നിപുണനാണ്. ആ ഒരു ക്വാളിറ്റീസൊക്കെ ഈ റൂസ്റ്റേഴ്സ് എന്ന് പറയുന്ന പൂവൻ കോഴിക്കുണ്ട്. അത് സൂര്യൻ്റെ ഒരു ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. നൈപുണ്യവും ഒക്കെ സൂര്യനിലുള്ളതാണ്. ഇനി നമുക്ക് ഈജിപ്ഷ്യൻ സംഹിതയിൽ സൂര്യനെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് കാണാം. സൂര്യനെ ഈജിപ്തുകാർ വിളിക്കുന്നത് റാ എന്ന ഒരു പേരിലാണ്. ആ ഒരു അതിശക്തനായ ദൈവങ്ങളുടെ ദൈവമായിട്ടാണ് ഈജിപ്ഷ്യൻസ് സൂര്യനെ കാണുന്നത്. അതിശക്തിയേറിയ ഒരു രൂപം, മനുഷ്യരൂപം. പക്ഷെ തല ഒരു ജീവികളുടെ രൂപത്തിലാണ് കാണുന്നത്. ചില ഇടങ്ങളിൽ പരുന്തിൻ്റെ തലയായിട്ട് കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ ആടിൻ്റെ രൂപം. അത് ചെറുങ്ങനെ നമ്മുടെ ഈ മേടം രാശിക്ക്, സൂര്യൻ്റെ ഉച്ചരാശിയിലെ ആടിൻ്റെ ഒരു രൂപം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണം, പഠിക്കണം, അതിനെപ്പറ്റി റിസർച്ച് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ എല്ലാം ശരിയായ നമുക്കെങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം യാത്രയുടെ ദൈവമാണ് സൂര്യൻ.
പ്രവർത്തനത്തിൻ്റെയും സത്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയുടെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ഒക്കെ ഒരു ദൈവമായിട്ടാണ് ഈജിപ്തുകാർ സൂര്യനെ കാണുന്നത്. ഇങ്ങനെ പല സംസ്കാരങ്ങൾ, ഏത് സംസ്കാരം എടുത്താലും സൂര്യന് അതിന് ഏറ്റവും വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിശ്വാസങ്ങൾ മാത്രമേ നമുക്ക് ലോകത്ത് കാണാൻ പറ്റൂ. അതാണ് സൂര്യൻ. ആ സൂര്യനെയാണ് നമ്മൾ നമ്മുടെ ഈ ശാസ്ത്രത്തിൽ, ജ്യോതിശാസ്ത്രത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ജാതക പഠനങ്ങളൊക്കെ നടത്തുന്നത്. സൂര്യൻ ബലവാനാണെങ്കിൽ നമ്മൾ പറയും അവന് ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ രാജാവാണല്ലോ. അപ്പോൾ സൂര്യൻ വളരെ ശക്തനാണെങ്കിൽ അവന് രാജകീയത ഉണ്ടാവും. അവൻ്റെ വാക്കുകളൊക്കെ സത്യവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായിരിക്കും. സൂര്യൻ നീചനാണെങ്കിൽ അവൻ അനാവശ്യമായ കോപങ്ങളും അനാവശ്യമായ സംസാരങ്ങളും, അത് മാത്രമല്ല ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുമായി മാറും. അപ്പോൾ അവിടെ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ 7-ാം ഭാവം 7-ൽ തുലാ രാശിയിൽ സൂര്യൻ നീചമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സൂര്യൻ്റെ ശക്തിയുള്ള രാശിയുടെ സ്വഭാവങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല. ലീഡർഷിപ്പ് കുറയും. അങ്ങനെ ലീഡർഷിപ്പിൽ നിന്നാൽ അവിടെ വിമർശിക്കപ്പെടും, ചാലഞ്ചുകൾ നേരിടേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? തുലാം രാശിയിൽ സൂര്യൻ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഒരു പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജോലികളിലായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത്. അവർ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. റിസർച്ച് ഫീൽഡിലും അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ മുൻനിരയിൽ പോകേണ്ട. അവർക്ക് പിൻനിരയിൽ നിന്നുകൊണ്ട് വളരെ നന്നായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവും. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ തന്നെ സൂര്യൻ 9-ലെ സൂര്യനൊരു ഈ വലിയ വിശ്വാസത്തിൻ്റെ ഒരു ദൈവമാണ്. പൂർവികന്മാരെ ബഹുമാനിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ് സൂര്യൻ. അച്ഛനാണ്. അച്ഛനെ പോലെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് 9-ലെ സൂര്യനെ നാം കാണേണ്ടത്. 9-ലെ സൂര്യൻ എന്തെങ്കിലും ദോഷം വന്നാൽ അതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് നമ്മളിൽ കൂടുതൽ, നമ്മളെക്കാൾ പ്രായം ചേർന്ന ആൾക്കാരെയൊക്കെ ബഹുമാനിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക. ഇതൊക്കെയാണ് 9-ലെ സൂര്യൻ എന്തെങ്കിലും തകരാറ് വന്നാൽ നമ്മൾ ചെയ്യേണ്ട പ്രായശ്ചിത്തം. അങ്ങനെ സൂര്യൻ പലതരത്തിലും നമ്മളെ സ്വാധീനിച്ച് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന, ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ്റെ ഡസ്റ്റുകളാണ് നമ്മളൊക്കെ എന്നൊരു വിശ്വാസം, സ്റ്റാർ ഡസ്റ്റുകളാണ് നമ്മൾ എന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ സൂര്യനിൽ ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ നമുക്ക് ഏറ്റവും വിഷമപ്പെട്ട സമയത്തും നമുക്ക് ഒരു ആശ്രയം തരുന്നത് സൂര്യനായിരിക്കും. നമുക്ക് രാമായണത്തിൽ കാണാം, ഈ ശ്രീരാമൻ്റെ ഒരു രാവണനോട് തുല്യത അല്ലെങ്കിൽ കുറച്ച് പിന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് അഗസ്ത്യ മഹർഷി വന്നിട്ട് ശ്രീരാമന് അഗസ്ത്യ ഹൃദയ മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നത്. സന്താപനാശകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായതേ നമ. ഇങ്ങനെയുള്ള ആ വരികൾ നമുക്കെല്ലാം നമ്മുടെ ദുഃഖങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകാനും നമുക്ക് പുതിയ ഒരു ശക്തിയും ഒരു പുതിയ ലക്ഷ്യവും ഉണ്ടാക്കി തരാനും ഈ സൂര്യമന്ത്രം വളരെ ഉപകരിക്കും. അതുപോലെ നമ്മുടെ എല്ലാ തുറകളിലും നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹം അല്ലെങ്കിൽ നക്ഷത്രമാണ് സൂര്യൻ. ഞാൻ കൂടുതലായി പറയുന്നില്ല. ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് അടുത്ത പരിപാടിയിൽ പറയാം. താങ്ക്സ്.